ഇതിലൊക്കെ മനസ്സിലായോ 2 ദിവസം കേട്ടിട്ട്? നേരെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് പോകുന്നില്ല. എനിക്ക് കുറച്ച് കഥകൾ പറയാം. ദിവസം പ്രോഗ്രാം ചെയ്യലായിരുന്നോ? കാണാൻ പറ്റില്ല അല്ലേ? തിരിച്ചിടാമോ? നോർമലി ഫസ്റ്റ് ഡേ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. എങ്കിലും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ലാംഗ്വേജ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് വന്നല്ലേ 3 സെല്ലായിട്ട് ഒന്നും എഴുതാനൊന്നുമില്ല. നിങ്ങൾക്ക് കേൾക്കാനുള്ള കഥകളും നിങ്ങൾക്ക് ഇതിനൊക്കെ എന്തൊക്കെ ബെനിഫിറ്റ് IC കോഴ്സ് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നൊക്കെ ഉള്ളത് 15 minutes അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് okay, IC course International Center for Free and Open Source Solutions. അല്ലേ സാർ എന്താ പറഞ്ഞത്? IC കോഴ്സിൽ എന്താ നടക്കുന്നത് പറഞ്ഞേ? 2 ദിവസം ഞങ്ങൾക്ക് ടീമൊക്കെ ആയിട്ട് ഇരുന്നില്ലേ? അതിനൊന്നും പറഞ്ഞിരുന്നില്ല. IoT and one more department assist ചെയ്തേക്കണം. ഞങ്ങൾ കേരള ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, R&D ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 3 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് R&D വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നടത്തുന്ന ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ടെക്നോളജി, അവിടെ NLP റിലേറ്റഡ് ആയിട്ടുള്ളതും കമ്പ്യൂട്ടർ വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെയാണ് നമ്മുടെ R&D ഡിവിഷനിലുള്ളത്. പ്ലസ് അവിടെ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പോകുന്നുണ്ട്. ഗവേണൻസ് മീൻസ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ടിങ് ആസ് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ ഫോർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴ്സിന്റെ കാര്യം പറഞ്ഞു. സാർ കോഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻ. കോഴ്സൊക്കെ ആയിട്ട് കാണാനാണ് എനിക്കിഷ്ടം. പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും. കോഴ്സിന്റെ ഒരു 2 ബേസിക്സിലാണ് ആക്ച്വലി കോഴ്സ് നിൽക്കുന്നത്. ഒന്ന് ഒരു ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നതിലും ഒരു 3 പേര് ഞാൻ ചെയ്യുന്ന അതേ കാര്യം ഈ 3 പേര് ചെയ്യുന്നതാണോ ഞാൻ ചെയ്യുന്നതായിരിക്കോ പെട്ടെന്ന് ചെയ്യാം? ഈ 3 പേര് തമ്മിൽ ഞാൻ വലുതാണ് നീ വലുതാണ്, അല്ലെങ്കിൽ നീ വലുതെന്ന് ഞാൻ കേൾക്കണം. തോന്നിക്കൂടെ? ഇതിനെക്കാട്ടി ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടല്ലോ. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ 3 പേരാണെങ്കിൽ അവർക്ക് ആണോ? നമ്മളൊരു മാത്സിലൊക്കെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ അല്ലേ? X is equal to 0 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഈ പീപ്പിൾ എന്താണ് ഈഗോ ഒന്നും ഇല്ലാത്ത കോപ്പറേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഏബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. എന്നെക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് ഇതായിരിക്കും ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ കോഴ്സിന്റെ ഒരു ബേസിക് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ്. അതായത് കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്. എനിക്ക് എത്തിയിരുന്നോണ്ട് എനിക്ക് അടുത്താക്കിയിരുന്നോണ്ട് ചെയ്യാൻ പറ്റും, കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് കുറച്ചുകൂടി എന്റെ വർക്ക് ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആഡ് ചെയ്യാം. അപ്പൊ എന്റെ പ്രോഡക്റ്റ് കുറച്ചുകൂടി വലുതാവുകയല്ലേ ചെയ്യുന്നത് അല്ലേ? അതാണ് ഒരു ഇനിഷ്യേറ്റീവ്. പിന്നെ രണ്ടാമത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രീഡം പറഞ്ഞോ. ഫ്രീഡം 0, 1, 2, 3 ഒക്കെ പറഞ്ഞോ. നമ്മുടെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ടും എനിക്ക് വേറെ തോന്നുന്നു.
ഇന്നലത്തെ അറ്റൻഡൻസ് ഈവനിങ്ങിൽ അതായത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ കഥ പറയാൻ കഥ ഇഷ്ടമാണ് കഥ ഇഷ്ടമാണ് ഏത് പ്രായത്തിലാണെങ്കിലും കഥ ഇഷ്ടമാണ് അല്ലെ നിങ്ങളെ കണ്ടിട്ട് ആ കഥ പറഞ്ഞോളാൻ സാധാരണ നമ്മുടെ ഐഡിക്കൊക്കെ വരുന്ന കുട്ടികൾക്കാണ് ഈ കഥ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പോസ്റ്റായിട്ട് എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും പോസ്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥ അതായത് ഞാനിവിടെ വന്നല്ലോ വന്നപ്പം നിങ്ങൾ ദോശക്കടയുണ്ട് അവിടെ ദോശ കഴിച്ചിട്ടേ പോകാവുന്ന മിസ് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചു ഞാൻ ആ ദോശ കടയിൽ ഞാൻ ബസ്സിലൂടെ കഴിയാൻ പോകാം ഓക്കെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യം ഒരാള് ടിക്ടോക്കായിട്ട് ഒരാൾ വന്നിട്ട് കയറിയപ്പോൾ തന്നെ ഒരിടത്ത് സൈൻ ചെയ്യും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കാറുണ്ടോ ഏത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും കൊടുക്കും എന്ത് ചെയ്യുന്നു ഐ എഗ്രി പറഞ്ഞു കൊടുക്കും അല്ലേ അത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആരെങ്കിലും വായിച്ചു നോക്കോ ഇല്ല തന്നെ ഉള്ള ആളാണ് ഞാനും വായിച്ചു നോക്കിയില്ല ഷൂ വരച്ചു അത് കയറി നമ്മളിങ്ങനെ പോകുമ്പോൾ ദോശ കഴിക്കാനാണ് വന്നത് എന്നാൽ തൊട്ടടുത്തിരിക്കുന്നവന്റെ ടേബിൾ എന്താണെന്ന് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരെന്താ കഴിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവോ ഇന്ന് നോക്കാറുണ്ടോ ഞാൻ നോക്കിയപ്പോ ഈ ദോശ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പത്തിലുള്ള ദോശ ഓക്കെ അപ്പൊ ഇത് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ വിശ്വസിച്ചില്ല അപ്പൊ ഡെസ്ക് നമ്മൾ ചേച്ചി എനിക്കിത് ഫുള്ള് ഞാൻ കഴിച്ച് തീരത്തില്ല ഒരു കാര്യം ചെയ്യാം ഒരെണ്ണം അത് ഷെയർ ചെയ്യാം ഓക്കെ ഡെസ്ക് ഒന്നും ഫുള്ള് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അവിടെ വന്നിട്ട് ഒരു ദോശ ഓർഡർ ചെയ്യും അപ്പോഴത്തേക്ക് മറ്റേ സൈൻ ചെയ്ത ആളുണ്ടല്ലോ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങോട്ട് ഇടണോ കുഴപ്പമില്ല അപ്പൊ ആ ആള് ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം സൈൻ ചെയ്തില്ലേ അതില് ഒരു പ്രോസസ് ആണ് ഇവിടെ എത്ര പേര് വരുന്നോ അത്രയും ദോശ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്തൊന്നും കഴിക്കാൻ പറ്റും നമ്മൾ സൈൻ ചെയ്ത് പോയല്ലോ അതുകൊണ്ട് എന്ത് ചെയ്തു രണ്ട് ദോശ ഓർഡർ ചെയ്തു ദോശയൊക്കെ പറഞ്ഞു കുറ്റം പറഞ്ഞല്ലോ മിസ് പറഞ്ഞ സത്യം നല്ല ടേസ്റ്റുള്ള ദോശയായിരുന്നു പക്ഷെ ഈ പറഞ്ഞതുപോലെ കഴിച്ച് തീരുന്നില്ല നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലായിരിക്കും അതുകൊണ്ടാണ് എന്തായാലും കഴിച്ച് തീരുന്നില്ല സാധാരണ കഴിച്ച് തീരുന്നില്ലെങ്കിൽ പാഴ്സൽ കഴിക്കല്ലേ നമ്മള് മറ്റേ വെയിറ്റ് വെച്ചിട്ട് പറഞ്ഞു പാഴ്സൽ എടുക്കണം എന്ത് സംഭവിക്കാം മറ്റേ പുള്ളി ഉണ്ടല്ലോ പുള്ളി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം സൈൻ ചെയ്ത് തന്നല്ലോ അതിനൊക്കെ അടുത്തൊരു പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇവിടെ വരാം കഴിക്കാം പക്ഷെ ഇവിടെ ഓർഡർ ചെയ്ത സാധനം അവിടെ തന്നെ ഒന്ന് കഴിക്കാം നിങ്ങൾ ആർക്കും നിങ്ങൾക്ക് കൊണ്ടുവന്നു ഓക്കെ എന്തായാലും പൈസ അടയ്ക്കുന്നതാണല്ലോ പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ അദ്ദേഹം കഴിച്ചു എങ്ങനെയെങ്കിലും കഴിച്ചു തീർന്നിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്തു പേയ്മെന്റ് ചെയ്തു ഇപ്പം ഉള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ കിച്ചൺ കാണാം നമുക്ക് നമ്മൾ പറയുന്ന അനുസരിച്ച് കുറച്ച് സ്പൈസ് ആഡ് ചെയ്യുകയോ കുക്ക് ചെയ്ത് തന്നെ കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് അല്ലേ അല്ലേ നമ്മൾ പറഞ്ഞ ആവശ്യമൊക്കെ നമുക്ക് അനുസരിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് അല്ലേ അത് ഉള്ള ഒരു അതെവിടെയോ കേട്ടതിൽ കിച്ചൺ ഒന്ന് കാണാൻ പറ്റും അപ്പൊ മറ്റേ പുള്ളി പിന്നെ ഓടിക്കൊണ്ട് വന്നു സന്തോഷം കഴിച്ചു അതും സന്തോഷം പേയ്മെന്റ് കൊടുത്തു സന്തോഷം പക്ഷെ നിങ്ങൾക്ക് കിച്ചൺ ഒന്ന് കയറി കാണാൻ പറ്റില്ല ഇനി വരികയെന്ന് പറഞ്ഞു അപ്പൊ വന്ന കാര്യം മിസ് പറഞ്ഞു ആ ദോശക്കട കൊള്ളാം നല്ല ടേസ്റ്റ് ഉള്ള ദോശയാണെന്നൊക്കെ പറഞ്ഞു അത് സത്യമാണ് ദോശ നല്ലതായിരുന്നു നമ്മൾ ചെന്ന ഏരിയാണെന്നോ പക്ഷേ ഇടയ്ക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും നമുക്ക് എപ്പോഴും ഫ്രീഡം എന്നുള്ള സാധനം ഉണ്ടല്ലോ ആ നമ്മൾ ഷെയർ ചെയ്യണം അല്ലെ ഷെയർ ചെയ്ത് കഴിക്കണം ഇപ്പം ഒരേ സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യണം രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് രണ്ട് കറി ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കഴിച്ച് കുറച്ചൊന്നായിരിക്കില്ല അല്ല ബാക്കി നമുക്ക് എടുത്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇടയ്ക്ക്
ഇടയ്ക്ക് വന്ന ഡിസ്കംഫേർട്സ് ആണ് അല്ലേ. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, റെസിപ്പി നല്ല കുക്കാണ്. നമ്മൾ സ്വന്തമായിട്ട് പറയല്ലോ രണ്ട് കുക്കാണ്, റെസിപ്പി നല്ല കുക്കാണ്. അതുകൊണ്ട് ഈ ടേസ്റ്റ് നാവിലുള്ളതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്ത് നോക്കി, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തപ്പോൾ റെസിപ്പി കൊള്ളാൻ തോന്നിയുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഓഫീസിൽ അപ്പം അത് ഞങ്ങൾ പറഞ്ഞു നല്ല ടേസ്റ്റ് റെസിപ്പി ഇരിങ്ങാലക്കുളക്കാരിയാണല്ലോ. എന്ത് ചെയ്തു? ഈ മിസ് പറഞ്ഞ കടയുടെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് ഈ റെസിപ്പി ഒരു കട സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ കടയിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും വന്ന് കഴിക്കാം, ഷെയർ ചെയ്ത് കഴിക്കാം, ബാക്കി വന്നാൽ വീട്ടിൽ കൊണ്ടുപോകാം. വേണമെങ്കിൽ വരുന്നവരുടെ ടേസ്റ്റിനനുസരിച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്ത് ഈ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു. ഇതിൽ ഏത് ഷോപ്പായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക? ഞങ്ങളുടെ അല്ലേ മിസ് പറഞ്ഞ കടയിലല്ലോ. ഓക്കെ, അത് തന്നെയാണ് ഈ കോഴ്സിന്റെ പറയുന്നത്. കാരണം ഫ്രീഡം സീറോ പറയുന്നത് യു ക്യാൻ റൺ ദ പ്രോഗ്രാം ആസ് യു വിഷ്. നിങ്ങൾക്ക് ആ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇപ്പം പൈത്തൺ ലൈബ്രറീസ് ഒക്കെ ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ലൈബ്രറീസ് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ലേ? പേയ്മെന്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം. ഈ ലൈബ്രറി, ഈ നമ്പർ, ഈ പാണ്ടാസ് നിങ്ങൾ കണ്ടുകൊണ്ടല്ലോ. ഈ ലൈബ്രറിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്റെ സാധനങ്ങളൊന്നും വർക്ക് ചെയ്തില്ല, ഇനി ഇതൊന്ന് ഒന്ന് ചേഞ്ച് ചെയ്തേക്കാന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് അപ്ഗ്രേഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ആ പബ്ലിഷ് ചെയ്ത സാധനത്തിന് എന്ത് ചെയ്യാം? ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഫ്രീഡം എല്ലാം ആര് തരുന്നുണ്ട്? തരുന്നുണ്ട്. സോ അതാണ് അടുത്ത ഫ്രീഡം. അതിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ നടത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തില്ലേ, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ ഇനി നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത സാധനം ഉണ്ടല്ലോ, ചേഞ്ച് ചെയ്തില്ലേ, അത് വേണമെങ്കിലും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം. ഇതാണ് അടുത്ത ഫൗണ്ടേഷൻ. പറഞ്ഞത് ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ് ആൻഡ് പറഞ്ഞത് ഇത് രണ്ടുമാണ് ഫോഴ്സിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട്. ഇതിന്റെ കുറെ കഥകളൊക്കെ ഉണ്ട്, കുറെ എന്താ പറയുക കേസുകളും ഇൻട്രസ്റ്റ് ഉള്ളവരെ കേട്ട് നോക്കാം കേട്ടോ. ഇത് നെക്സ്റ്റ് കഥയൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടാൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് തന്നിട്ടുള്ള കുറെ കഥകളൊക്കെ അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് അതൊക്കെ കേട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഫോം ചെയ്തു 1991 ആ ഒരു ഇങ്ങോട്ടുള്ള ഇഷ്യൂ ഒക്കെ കേട്ടു. ഓക്കെ, ഇതാണ് ഫോഴ്സ് ഫിലോസഫി. കൊള്ളാമോ ഈ ഫിലോസഫി? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അതായത് ഒരു ഫോഴ്സിന്റെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് എന്നുള്ളതാണ് ഐസി കോഴ്സിന്റെ ഒരു. പിന്നെ ഗവേണൻസ് ആൻഡ് കൺസൾട്ടൻസി ഞങ്ങളുടെ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ഇങ്ങനെയൊക്കെയുള്ള റിലേറ്റഡ് പ്രോജക്ട്സ് ആണ് ചെയ്യുന്നത്. പിന്നെ ലാംഗ്വേജ് ടെക്നോളജി പറഞ്ഞ പോലെ പിന്നെ അസിസ്റ്റന്റ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള നിങ്ങളുടെ വീഡിയോ പുസ്തകം കാണിച്ചു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? തള്ളിയിട്ട് നമുക്ക് മാത്രമേ ലോകത്തിൽ ജീവിച്ചാൽ മതിയോ? ഇല്ല, നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള തോട്ടിൽ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള പ്രോജക്ട്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാംഗ്വേജ് ടെക്നോളജി നിങ്ങൾ എല്ലാവരും ഈ എന്തുകൊണ്ടാണ് ഈ FDP അപ്ലൈ ചെയ്ത് വന്നത്?
സ്റ്റുഡൻസ് ടീച്ചേഴ്സ് പറയുകയാണോ എന്താണ് ഇന്നത്തെ അവർക്ക് ഫാക്കൽറ്റിക്ക് എന്തെങ്കിലും അപ്ലൈസ് എന്നോ അല്ലെങ്കിൽ റിസർച്ചിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുള്ളപ്പോ ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ വന്നതാണ് ഇങ്ങനെ എന്നതിനെ പറ്റി അറിയാനായിട്ട്. പിന്നെ വേറെ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അതിനുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിൽ റിസർച്ച് ചെയ്യണം, ഇതിൽ PhD ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുള്ളവരുണ്ടോ? ഇഷ്ടപ്പെട്ടോ രണ്ട് ദിവസം NLP കേട്ടിട്ട്? കൊള്ളാം. സാധാരണ ഒരു 1 year അല്ലെങ്കിൽ 2 year അടുത്താണ് ഇത്രയും NLP-യിൽ ഇത്ര മുമ്പ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. കമ്പ്യൂട്ടർ വിഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രോസസിംഗ് പ്രോജക്ട്സിനുള്ള തലക്കേറ്റം NLP-ക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു ഡ്രൈ ഏരിയ ആയിട്ട് ഈ ടെക്സ്റ്റ് വെച്ച് കളിക്കാതെ വന്നാൽ കുറച്ച് ഡ്രൈ ആയിട്ട് LLM ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ എന്താ പറയാ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേട്ടിട്ട് എന്ത് തോന്നി? ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് പ്രോജക്ട്സ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ആ പ്രോജക്ട്സിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു ട്രെയിനിങ് വിങ്ങോട് ഈ ഫോഴ്സ് മൈഗ്രേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് അതാണ് നമ്മൾ ട്രെയിനിങ് സെന്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് അസോസിയേറ്റ് ആണ് അതിനെപ്പറ്റി ഒന്ന് പറയണം. മൈഗ്രേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ട്രെയിനിങ് നടത്താറുണ്ട്. അതായത് അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന്റെ ഫോഴ്സ് ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക, അത് നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നമുക്ക് എന്ത് ഇവിടെ എഴുതിയില്ല. അതിന് ട്രെയിനിങ് PHP പല ലെവൽസ് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത പ്രോഗ്രാംസ് ഗവൺമെന്റ്. പിന്നെ ബാക്കി പബ്ലിക്കിനായിട്ട് കുറച്ച് പ്രോഗ്രാംസ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ക്ലബുകൾ വഴിയാണ്. ഇവിടെ സ്പോർട്സ് ക്ലബ് ആക്റ്റീവ് ആയിട്ടുള്ള കോളേജാണ്. സോ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം നടത്തുന്നത് GND പറഞ്ഞ് ജനറൽ ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് മാത്രമല്ലേ എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർക്ക് ഫോട്ടോ എടുക്കുന്നത് മാത്രമാണോ അല്ലെങ്കിൽ ഇവിടെ നടത്തുന്നത് മാത്രമാണോ എംപവർമെന്റ്? അതിന്റെ ഭാഗമായിരിക്കാം. ബട്ട് ടെക്നിക്കലി എങ്ങനെ നമ്മുടെ എല്ലാ ജനറേഷനും എങ്ങനെ പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ്. സോ GND കണ്ടുകൊണ്ട് നമ്മൾ കുറച്ച് പ്രോജക്ട്സ് നടത്തുന്നുണ്ട്. ഫെലോസ് ഉണ്ട് GND. അതേപോലെ കുറച്ച് ഫ്രീ പ്രോഗ്രാംസ് ലേഡീസിന് മാത്രമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ സ്പെഷ്യൽ ക്യാമ്പ്സ് ആണ്. പിന്നെ ഉള്ളത് വിന്റർ സ്കൂൾ അക്കയിലാണ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് അതേപോലെ FBPസും ട്രെയിനിങ്സും കണ്ടക്ട് ചെയ്യാറുണ്ട്. കോൺഫറൻസ് നിങ്ങളുടെ കോളേജുകളിൽ ഒരു 12 സ്റ്റുഡൻസ് ഉണ്ട്, ഒരു ഫാക്കൽറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേ രജിസ്റ്റർ സാറിനോട് ഡിസ്കസ്. പിന്നെ അവിടെ ഇന്റേൺഷിപ്സ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇന്റേൺഷിപ്സ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്. നിങ്ങളുടെ ഫൈനൽ പ്രോജക്ട്സ് ഇന്റേൺഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാം. 45 ഡേയ്സിന്റെ ആണ് ഇന്റേൺഷിപ്പ് ഉള്ളത്. അത് ആ 45 ഡേയ്സ് മസ്റ്റ് ആയിട്ട് 9 to 5:30 ഓഫീസ് പ്രിപ്പയർ ചെയ്ത് ചെയ്യും.
ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലായിരുന്നോ? ഇങ്ങനെ IC കോഴ്സ് ഉപയോഗപ്പെടുത്താമോ? ടീച്ചേഴ്സ് ഓൾറെഡി ഇവിടെ കാരണം ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് IC കോഴ്സ് ഡിഗ്രി സ്റ്റഡീസിനകത്താണ്. അതിന്റെ ഓപ്പോസിറ്റ് കാര്യപ്പെട്ട യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തപ്പോൾ കുട്ടികൾക്ക് ഇത്രയും അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ജോലിക്ക് കയറിയ ശേഷമാണ് ആ കുട്ടികളുടെ ഇന്റേൺഷിപ്പിൽ ചെയ്യുന്നത്. ഈ ഒരു സാധനം നമുക്കിങ്ങനെ ഗവൺമെന്റ് സെറ്റപ്പിലായതുകൊണ്ട് കൂടുതൽ അഡ്വർടൈസ്മെന്റിനൊന്നും പോകാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയാം. ആൾക്കാർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലാംഗ്വേജ് ടെക്നോളജിയുടെ കോമൺ ആയിട്ടുള്ള സൈറ്റാണ് മലയാളം.IC. ഇതിനകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഇതിലുണ്ട്. ഇതൊക്കെ നേരത്തുള്ള ഓപ്ഷനാണ്. റീസെന്റ് എല്ലാം നവംബർ 1 അതിനകത്ത് ഏറ്റവും നമ്മുടെ ക്യാരക്ടർ റെക്കഗ്നീഷൻ അല്ലേ? ഇപ്പം ഇംഗ്ലീഷിന്റെ ക്യാരക്ടർ റെക്കഗ്നീഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ ലാംഗ്വേജ് ടെക്നോളജി പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മലയാളം. മലയാളം ഒരുപാട് ഇപ്പൊ അതിന്റെ ഹാൻഡ് റിട്ടൺ റെക്കഗ്നിഷൻസ് 96% accuracy ഉള്ള അതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ കംപ്ലൈൻസിന്റെ ചെയ്യുന്നത്. പിന്നെ മോർഫോളജിക്കൽ അനലൈസ്, ഇതൊക്കെ റിസർച്ച്. പിന്നെ മലയാളം സ്പെൽ ചെക്ക്, ടെക്സ്റ്റ് സമ്മറൈസേഷൻ, ഫോൺ കൺവേർട്ട്. കാരണം ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പഴയ ഫോണിലുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് യൂണിക്കോഡായിട്ട് കൺവേർട്ട് ചെയ്യാനും തിരിച്ച് കൺവേർട്ട് ചെയ്യാനും കൺവേർട്ട്. പിന്നെ ലാറ്റക്ക് കുറച്ചുകൂടി ലാറ്റക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് സെറ്റിംഗ് ടൂളാണ്. അത് ഇംഗ്ലീഷ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, മലയാളം ടെംപ്ലേറ്റുകൾ ഇല്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടെംപ്ലേറ്റ്സ് പിന്നെ ഉള്ളത് IT ഗ്ലോസറിയാണ്. അതും ഈ പറഞ്ഞ ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടി തന്നെയാണ്. മലയാളത്തിലാണ് ഡോക്യുമെന്റേഷൻ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കോഴ്സിന്റെ പോലും മലയാളം. പിന്നെ ഒരുപാട് എഞ്ചിനീയറിംഗ് പിന്നെ ഉള്ളതാണ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഹിയറിംഗ് ഇംപയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന അനൗൺസ്മെന്റ് സിസ്റ്റമാണ്. റെയിൽവേ എയർപോർട്ടിന്റെ അനൗൺസ്മെന്റ് സിസ്റ്റമാണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ പുറത്ത് മലയാളം, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അത് നാളെ കഴിയുമ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. സമപ്രായം എന്ന് പറഞ്ഞിട്ട് മലയാളം ട്രാൻസ്ലേറ്റ് അല്ലേ? ഇപ്പൊ നമുക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിന്റെ പ്രത്യേകത എന്താ? ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിന്റെ പ്രത്യേകത എന്താ? ആരെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് സാധനം വന്നു കഴിഞ്ഞാല് പിന്നീട് നമുക്ക് പണി കിട്ടിയിട്ടുണ്ടോ? കോളേജിലൊന്നും പഠിച്ചല്ലോ തോന്നുന്നത് ഇല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ കിട്ടില്ലേ? അതേപോലെ ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്തല്ലേ? കുറച്ചാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തത് അങ്ങനെ യൂസ് ചെയ്യുന്നതിന് നിങ്ങൾ ഒരു 10 പൈസ വെച്ച് വാങ്ങിച്ചാലും ഇല്ലേ? അപ്പൊ അതൊക്കെ ആ ഒരു കാലത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലാണ് ചെറിയ ചെറിയ പ്രോജക്ട്സ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്ത് പ്രോഡക്റ്റ് റിലീസായി അതിന്റെ പേപ്പർ പബ്ലിഷ് ആയി കഴിഞ്ഞു. പബ്ലിക്കിന്റെ ഇടയിൽ ഇടാറുണ്ട്, ഇടാറുണ്ട്, കമൻസിൽ ഇടാറുണ്ട്. കാരണം നമ്മളൊരു സാധനം ഇറക്കുമ്പോൾ ഒരു പ്രിമച്വർ സ്റ്റേജിലുള്ള ഒരു ബേബി ആയിരിക്കും അല്ലേ? അത് പതുക്കെ നടന്ന് എഴുതി ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ സോഴ്സ്. കാരണം ആ പുസ്തകം നമ്മൾ കേട്ടാലേ അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ അതിനെ എടുത്ത് പൊതിഞ്ഞു മൂടി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് ഇതിന്റെ ഓരോ കുറ്റങ്ങൾ പറയുമ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് പിന്നെ ചില ആൾക്കാരുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഇന്ന സാധനം യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കും നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്
ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. പ്ലസ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പൈത്തൺ നിങ്ങൾ പഠിച്ചു, ചില ഫോർത്തിലൊക്കെ നിങ്ങളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ ക്ലിയർ ചെയ്ത ഡൗട്ടാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് അതറിയാം. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അത് നിങ്ങളുടെ ഒരു പോസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നില്ലേ, അത് എന്റെ പോസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അത് പോസ്റ്റിനെ പറ്റി ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ഇത്രയാണ് ബേസിക് എനർജി സ്ക്രേപ്പിംഗും ഇതെല്ലാം പറയും. സ്ക്രേപ്പിംഗ് ചെയ്യുന്നത് ചെയ്യാറൊക്കെ ഇംഗ്ലീഷ് മലയാളമൊക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എനർജി സ്റ്റെപ്സ് ഒക്കെ ഫെമിലിയർ ആയല്ലേ? എന്തൊക്കെയാ സ്റ്റെപ്സ് ഒക്കെ എന്ന് പറഞ്ഞേ? പ്രോസസിംഗ് മുമ്പേ നമ്മുടെ NLP ടാസ്ക് അല്ലെങ്കിൽ ഫേസസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ടോക്കണൈസേഷൻ, സ്റ്റെമ്മിങ്, ലെമറ്റൈസേഷൻ, പിന്നെ പോരട്ടെ ബാക്കി എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോപ്പ് റിമൂവ് ചെയ്തോ? സ്റ്റോപ്പ് റിമൂവ് ചെയ്തു. ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാ ടാസ്കിലും നിങ്ങൾ ഈ സ്റ്റോപ്പ് റിമൂവ് ചെയ്യും? നോളജ് ഉണ്ടല്ലോ. ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ചിലതിന് നമുക്ക് ചില സർക്കാസത്തിലൊക്കെ ആണെങ്കിൽ ഈ എക്സ്പ്ലനേഷനും ആ സ്മൈലി ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോൺടെക്സ്റ്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ചിലപ്പോൾ കൺഫ്യൂഷൻ കളയേണ്ട ആവശ്യം വരുന്നില്ല, ചിലപ്പോൾ ഈ സ്മൈലീസ് കളയേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പിന്നെ ചില സ്ലോവേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പം ബേസ്ഡ് ഓൺ നമ്മുടെ ടാസ്ക് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ട് എങ്ങനെ ഉണ്ട്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. റിമൂവൽ ഓഫ് സ്റ്റോപ്പേഴ്സ്, പിന്നെ POS ആഡ് ചെയ്തു. NAR ചെയ്തോ? NAR ചെയ്തു. NLTK യൂസ് ചെയ്താണോ ചെയ്തത്? NLTK ഇന്നത്തെ എന്റെ ടോപ്പിക് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. മുമ്പേ കുറച്ച് NLPയുടെ ബേസിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വഴി MLയിലോട്ട് ബാക്കി നിങ്ങൾക്ക് അത്യാവശ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് സജഷൻസ് ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്പാം ഓർ നോട്ട് ഒരു ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണ്. പിന്നെ മൂവി റിവ്യൂസിന്റെ പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ വേറെ ഒന്ന് പറയും, ഇതേപോലുള്ള ഒരുപാട് ടാസ്കുകൾ അല്ലെ. അതായത് നമുക്കൊരു ബൾക്ക് ഓഫ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തെടുക്കുക. ഈ പാറ്റേൺ അല്ലാതെ അതായത് യെസ് ഓർ നോ അല്ലെങ്കിൽ മൾട്ടി ക്ലാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അല്ലെ. ഇതിനായിട്ട് ജസ്റ്റ് എന്താണ് നമുക്ക് കുറച്ച്
ചെയ്യുക. ഒരു ന്യൂസ് എടുത്തു കഴിഞ്ഞു. ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്റർടൈൻമെന്റ് ന്യൂസ് ഉണ്ടായിരിക്കും, ടെക്നോളജി റിലേറ്റഡ് ന്യൂസ് ഉണ്ടായിരിക്കും, പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ന്യൂസ്. ഇങ്ങനെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെക്സ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഇതൊക്കെ ഇത് ചെയ്യാനായിട്ട് ഒരു NLP ഫണ്ടമെന്റൽ ടാസ്ക് ആണ്. ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ടെക്നിക്സിനകത്ത് പറയുന്നത് മെഷീൻ ലേണിംഗ് ടെക്നിക്. മെഷീൻ ലേണിംഗ് ടെക്നിക് ആൻഡ് ഹൈബ്രിഡ് ടെക്നിക്. ആ മെഷീൻ ലേണിംഗ് ടെക്നിക്, മെഷീൻ ലേണിംഗ് എടുത്ത് വരുന്ന ആൾക്കാരും ഓക്കെ. അപ്പൊ എനിക്കൊന്ന് ഓടിച്ചു പറഞ്ഞു. മെഷീൻ ലേണിംഗ് എന്താ? മെഷീനെ ലേൺ ചെയ്യുന്നല്ലേ? കാണിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞോ? ക്ലാസ് ആയിട്ടുള്ള എക്സാം വന്നിട്ടില്ല. അത് നേരെ NLPയിലോട്ടാണ്. മെഷീൻ ലേണിംഗ് കയറിയില്ല. എന്റെ സിലബസ് നിങ്ങൾക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യും. ഒരു ട്രഡീഷണൽ പ്രോഗ്രാമിൽ എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാനൊന്നുമില്ല. ഇത് കേട്ട് മനസ്സിലാക്കി പോവാം. ഈ സാധനം എന്തെങ്കിലും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ എന്തൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ട്, കാരണം ഇത് ശരിക്കും ഇങ്ങനെ ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് നെറ്റിലോ ട്യൂട്ടോറിയലിലോ അല്ലെങ്കിൽ ഓരോ ലൈബ്രറിയുടെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് ഇതിന് മുന്നേ ചില ഈ ട്രാൻസ്ഫോമറിന്റെ 2018 പക്ഷെ ഞാൻ കാണുന്നത് ഈ 2022 ആയപ്പോഴാണ് ട്രാൻസ്ഫോമർ എന്നുള്ള പേപ്പറാണ്. കാരണം ഇത് അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ? ആ ഒരു അറിവാണ് ഞാൻ വായിച്ചത്. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാവുന്ന ആൾക്കാരാണ്. ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാൻ മനസ്സിലായി. ഇംഗ്ലീഷ് കേൾക്കണമെങ്കിൽ കേൾക്കണം, കേൾക്കണം, മലയാളത്തിൽ കേൾക്കണം. മലയാളം എനിക്കൊന്നും അത്രയും ട്രാൻസ്ഫോമേഴ്സ് ഒന്നും വന്നിട്ടില്ല, എങ്കിലും ബേസിക് നോളജ് ഒക്കെ കിട്ടും അല്ലേ? മലയാളത്തിലെ വീഡിയോസ് ഒന്നും ട്രാൻസ്ഫോമേഴ്സിന്റെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കുറവാണ്. പക്ഷെ ഹിന്ദിയിലൊക്കെ അത്യാവശ്യം നല്ല ട്യൂട്ടോറിയൽസ് അറിയാം. ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ നോളജാണ് നമുക്ക് ആരും, അല്ലാതെ ഈ ട്യൂട്ടോറിയലുണ്ട് ഇത് നോക്കി പഠിക്കാൻ നമുക്ക് ഇത് കുട്ടികൾക്ക് ടീച്ചേഴ്സിന് ആവശ്യമുണ്ടോ? നമുക്ക് വിദേശിനുള്ളതാണ് അല്ലെ? നമ്മുടെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്ത് ആവശ്യമുണ്ട്? നമ്മുടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് അല്ലെ? നമ്മുടെ ഇമോഷൻസ് ആവശ്യമുണ്ട്. അതൊന്നും വേറൊരാളും റീപ്ലേസ് ചെയ്യാൻ പറ്റും. കറന്റ്ലി നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യം. അവിടെയാണ് നമുക്ക് ഒന്ന് നമുക്ക് മേലെ നിൽക്കാൻ പറ്റുന്ന ആദ്യ ഒരു കാര്യം എന്താണ്? അപ്പം നോർമലി 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ പ്രോഗ്രാമിംഗിലാണ് റീഡ് ബി എന്നിട്ട് A+B അല്ലേ? ആ ലോജിക്ക് നമ്മളാണ് ഈ ലോജിക്ക് കൊടുക്കുന്നത് അല്ലെ? എയും ബിയും ആഡ് ചെയ്ത് സിയിലേക്ക് സേവ് ചെയ്യുക അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് സേവ് ചെയ്യുക എന്നുള്ള ഈ ലോജിക്ക് അല്ലെങ്കിൽ ഈ റൂൾ നമ്മളാണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ. മെഷീൻ ലേണിംഗിലാണല്ലോ ഇതേ പ്രോബ്ലം, അതായത് 2 നമ്പർ എനിക്ക് ആഡ് ചെയ്യും. ഞാൻ എങ്ങനെ മെഷീൻ ലേണിംഗ് ഒരു പ്രോഗ്രാമിംഗ് അറിയാൻ പറഞ്ഞു കുറെ ആൾക്കാർ കഴിയും. പറയും എങ്ങനെ മെഷീൻ ലേണിംഗിൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളവർ പറയും നിങ്ങൾ എങ്ങനെ ചെയ്യും? ഒരു സെറ്റ് ഓഫ് എന്തെങ്കിലും ഡേറ്റ നിങ്ങൾ കൊടുക്കും അല്ലെ? ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് ഇതാണ്. ആണെങ്കിൽ ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് ഇതാണ് പറഞ്ഞത് കൊടുക്കും അല്ലെ? ആ സെറ്റ് ഓഫ് ഡേറ്റയിൽ ഒരു 100 ഡേറ്റയാണ്, 100 റോസ് ആൻഡ് കോളംസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ എന്ത് ചെയ്യും? മോഡൽ
ബേസ് ചെയ്യും മോഡല് ലേൺ ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു ടെസ്റ്റ് ഡേറ്റ കൊടുക്കുമ്പോൾ ഈ ലേൺ ചെയ്ത മോഡലിനാണ് അതിന് ചെയ്യുന്നത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെയായിട്ട് മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്ത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് വർക്ക് ചെയ്ത് ഇങ്ങനെയായിരിക്കും. അപ്പൊ അത് തന്നെയാണ് പറഞ്ഞത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതായത് നിങ്ങൾ എന്താ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് നമ്മളുടെ മോഡൽ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന്റെ എത്ര നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടി ഡേറ്റ എടുക്കുന്നു അത്രത്തോളം നമ്മുടെ മോഡല് ആയിരിക്കും അല്ലേ. നമ്മൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആവുന്നോ അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും ആ മെഷീൻ ലേണിംഗ്. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി ഇതിന്റെ അകത്ത് മെഷീൻ ലേണിംഗിന്റെ അകത്ത് സൂപ്പർവൈസ് ആൻഡ് എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ലേബിൾഡ് ഡേറ്റ എന്നൊക്കെ ഈ ഡേറ്റ കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മോഡൽ ബിൽഡ് ചെയ്യുക. സൂപ്പർവൈസ്ഡ് ആണെങ്കിലോ ഈ ഒരു ക്ലാസ് എത്ര ആൾക്കാരുണ്ട്? ഞാൻ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഗ്രൂപ്പ് വേണമെന്ന് പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യും ഒരു ഹൈറ്റ് ഒരു 150ക്കും 160ക്കും ഇടയ്ക്കുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് ആവും, 160ക്കും 165 ഇടയ്ക്കുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് ആവും. അങ്ങനെയാണ് നിങ്ങൾ തന്നെ ഗ്രൂപ്പ് ആവും അല്ലെ. അപ്പൊ ഇത് നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ഉള്ളത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്കുകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യും നമ്മൾ പോസിറ്റീവ് വേയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു റിവാർഡ് ഉണ്ടായിരിക്കും. +1 അങ്ങനെ ഒരു +2 അങ്ങനെ എന്തെങ്കിലും റിവാർഡ് ഉണ്ടായിരിക്കും. ആ റിവാർഡിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ പോകുന്ന വഴി തെറ്റാണെങ്കിൽ പണ്ട് ടൂലി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പറയുന്നത് നമ്മൾ അതിനടുത്തോട്ട് എത്താറാകുമ്പോൾ ചൂട് പറയുന്നത് അതേ ഒരു ഇതാണ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നമ്മൾ ആ ഔട്ട്പുട്ടിന് അടുത്തോട്ട് എത്തുവാണെങ്കിൽ നമുക്കൊരു +1 അല്ലെങ്കിൽ +2 ഇങ്ങനെ റിവാർഡ്സ് ആവും. നമുക്ക് ഔട്ട്പുട്ടിന് അടുത്തോട്ട് ഇല്ല നമ്മൾ ഒരുപാട് ബാക്ക്വേർഡ് കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പണിഷ്മെന്റ്സ് ആയിരിക്കും. -1 -2 അങ്ങനെ നമ്മൾ എന്താണോ ഫിക്സ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് ആയിരിക്കും. ഇത് ആണോ ചോദിച്ചാൽ കുറച്ചാണ്. രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അതിനകത്ത് ഏജന്റ് ബേസ്ഡ് ലേണിംഗ് ഒക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളത് പറഞ്ഞു ഡേറ്റ വേണം. ഡേറ്റ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡൽ ഒരുപാട് ലേൺ ചെയ്യുന്നു അല്ലേ. എന്തിന്റെ ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്? സ്ട്രക്ചർഡ്, അൺസ്ട്രക്ചർഡ് ആൻഡ് സെമി സ്ട്രക്ചർഡ് ഡേറ്റ. സ്ട്രക്ചർഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിചയമുള്ള എക്സൽ ഷീറ്റ് കൊടുക്കുന്നതിൽ റിലേഷൻ ഉള്ള ഒരു ടേബിൾ ഫോർമാറ്റിലുള്ള ഡേറ്റയാണ് എന്ന് പറയുന്നത് സ്ട്രക്ചർഡ് ഡേറ്റ. സെമി സ്ട്രക്ചർഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അതും പരിചയമുണ്ട്. ഡേറ്റ കണ്ടിട്ടുള്ള XML ഡേറ്റ നമുക്ക് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം ഇന്നൊരു സ്ട്രക്ചർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ID നമ്പർ വേണം, മെയിൽ, ഈ ഒരു സ്ട്രക്ചർഡ് ആയിരിക്കും ഓരോ കാൻഡിഡേറ്റും ഉണ്ടാവും. അത് പക്ഷെ നമുക്ക് ഇതേപോലെ ഒരു ടേബിൾ സ്ട്രക്ചർ അല്ല, നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് നമുക്ക് സെമി സ്ട്രക്ചർഡ് ഡേറ്റ എന്ന് പറയും. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന കൂടുതൽ ഫോം ഇപ്പം അൺസ്ട്രക്ചർഡ് ഡേറ്റ ആണ്. അത് ടെക്സ്റ്റ് ഫോർമാറ്റിൽ വരാം, വീഡിയോ ഫോർമാറ്റിൽ വരാം, ഓഡിയോ ഫോർമാറ്റിൽ വരാം. ഈ ബൾക്ക് ഓഫ് ഡേറ്റയെ ഞാൻ ചെയ്യണം. ടെക്സ്റ്റ് ആവുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോസസ്സിംഗ് ആയിരിക്കും ചെയ്യാം. ഈ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞാൽ ഈ ഡേറ്റയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള സ്റ്റെപ്സ് ഡിസൈൻ ചെയ്യാം. ആദ്യം നമ്മൾ ടാസ്ക് ഏതാണെന്ന് ഇപ്പം പഠിക്കാൻ പോകുന്ന ടാസ്ക് ഏതാണ്? ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ടാസ്കുകളാണ് അല്ലെ. ഇനി ഇതിനകത്ത് ഡേറ്റ എവിടെ നിന്ന് കിട്ടും? ഡേറ്റ സ്ട്രക്ചറുണ്ട്, അൺസ്ട്രക്ചറുണ്ട്, സെമി സ്ട്രക്ചർഡ് ഡേറ്റ. ഈ ഡേറ്റ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്രിയേഷൻ ആൻഡ് അലോക്കേഷൻ. ഡേറ്റ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അറൗണ്ട് ഒരു 5 years കാലയളവ് ഉണ്ടെങ്കിൽ അതിൽ 3 years നേരിടണം. ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഡേറ്റ കിട്ടാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. കാരണം നമ്മുടെ ഇപ്പോൾ ട്രാൻസ്ലേഷനൊക്കെ ആണെങ്കിൽ 2 lakh, കാരണം നമ്മുടെ ഡൊമൈൻ ഗവൺമെന്റ് ഡൊമൈൻ ആണ്. സോ ആ ഗവൺമെന്റ് ഡൊമൈനിലുള്ള
ഡേറ്റ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങളുടെ വർക്കുകൾ സിന്തറ്റിക് ഡേറ്റ സപ്പോർട്ടുണ്ട്. എന്താ പറയാ, അല്ലാതുള്ള ജെന്യൂൻ ആയിട്ടുള്ള അതിന് പോലെ ഇപ്പൊ നമുക്ക് 2 lakh ഡേറ്റ വെച്ചിട്ടാണ് നമ്മുടെ മെഷീൻ ട്രാൻസ്ലേഷൻ മോഡൽ ചെയ്തിരിക്കുന്നത്. പറയായിരിക്കും നാളെ മറ്റന്നാളൊക്കെ ഹൈദരാബാദ് ഒക്കെ അവരുടെ ട്രാൻസ്ലേഷൻ സിസ്റ്റം ചെയ്യുന്നത് 13 lakh ഒക്കെ വെച്ചിട്ടാണ്. ഈ 13 lakh നമ്മുടെ ഈ 2 lakh കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ അതിന് താഴെ മീൻസ് മെട്രിക്സ് ആണ്. ട്രാൻസ്ലേഷൻ്റെ ആക്യുറസി മെഷർ ചെയ്യുന്നത് മെട്രിക്സ് ആണ്. ഈ ന്യൂസ് ഒക്കെ 13 lakh വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും കൂടുതലായിരിക്കും. അത് വെച്ചിട്ട് നമ്മുടെ സിസ്റ്റം ചിലപ്പോൾ ഇല്ലായിരിക്കും. ഈ ഡേറ്റ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീം ഓഫ് ആൾക്കാർ. ഞങ്ങളുടെ ഓപ്പോസിറ്റ് കുറച്ച് ലിംഗ്വിസ്റ്റിക് ആൾക്കാരുണ്ട്. അവരിരുന്ന് എല്ലാ ദിവസവും ഈ ട്രാൻസ്ലേഷൻ മാനുവലി ചെയ്യുന്നത്. ഈ ഇതിനു വേണ്ടിയിട്ടാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. അവൈലബിൾ ആയിരിക്കും. ഇംഗ്ലീഷ് ഡേറ്റ അവൈലബിൾ ആണ്, മലയാളം ഡേറ്റ അവൈലബിൾ ആണ്. പക്ഷേ ഈ മലയാളം ഡേറ്റയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഡേറ്റ എടുത്തതിൻ്റെയും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഡേറ്റ. നിങ്ങൾ ഓരോ ദിവസം മലയാളം പബ്ലിഷ് ചെയ്തു, തമിഴ് ലാമ പബ്ലിഷ് ചെയ്തു, തെലുങ്ക് ലാമ പബ്ലിഷ് ചെയ്തു. ഇതെല്ലാം സിന്തറ്റിക് ഡേറ്റയുടെ പുറത്താണ് ചെയ്യുന്നത്. ആക്ച്വൽ ഡേറ്റയുടെ പുറത്ത് അവർ നമ്മുടെ ചിലപ്പോൾ നമ്മൾ എല്ലാവരുടെ ഒരു ക്വസ്റ്റൻ അടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ആയതുകൊണ്ട് ഐ സി പോസ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഐ സി പോസ്റ്റ് ആളായിരുന്നു, ഭയങ്കരമായും ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഐ സി പോസ്റ്റ് എടുക്കുമ്പോൾ അവർക്ക് ഈ പ്രോജക്ട്സിൻ്റെ ഇത് കിട്ടും. അപ്പൊ അവരെ ബേസ് ചെയ്ത് വരച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കാരണം ആ വാസ് വെച്ചിട്ടായിരിക്കും. ഇപ്പം കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ പാറ്റേൺ ഒക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടേയിരിക്കും. ഇംഗ്ലീഷിൽ പോലും ഇത്ര കോഴ്സ് വരുന്നുണ്ടെങ്കിൽ മലയാളം ഡേറ്റ സിന്തറ്റിക് ഡേറ്റ വെച്ചുണ്ടാകുന്ന പ്രോഡക്റ്റുകൾ അതിനനുസരിച്ചുള്ള ബിഹേവിയർ. നിങ്ങളൊരു വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ റിസർച്ച് ചെയ്യാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി ആദ്യം നിങ്ങൾ കുറച്ച് ഡേറ്റയെ യൂസ് ചെയ്ത് വെക്കാനാണെങ്കിൽ നിങ്ങൾ സിന്തറ്റിക് ഡേറ്റ വെച്ച് പോകാം. പക്ഷേ അതിന് പാരലലി നിങ്ങൾ എന്തുകൂടെ ചെയ്യണം, ഡേറ്റ കളക്ഷൻ അതിൻ്റെ അനോട്ടേഷൻ ഒക്കെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് അനോട്ടേഷൻ ടൂൾസ് ഒക്കെ തന്നെ ഉണ്ട്. ലൈബ്രറി സ്റ്റുഡിയോ ഒക്കെ നമുക്ക് അനോട്ടേഷൻ ടൂളായിട്ട് യൂസ് ചെയ്യാം. ഓരോന്നും വായിച്ച് നോക്കി അവിടെ കൊടുക്കുന്ന ചെയ്യണം. ലൈബ്രറി സ്റ്റുഡിയോ ആകുമ്പോൾ നിങ്ങൾ ആദ്യം അസൈൻ ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ക്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ക്ലിക്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം ലാഭിക്കാനായിട്ട് നമ്മൾ ഡേറ്റ എടുക്കും. ഞാനൊരു സൂപ്പർ
ഇത് കിട്ടുന്ന സിപ്പ് ഫയല് ഒന്ന് അൺഷിപ്പ് ചെയ്തെടുക്കുക. അതിനകത്ത് ബേസിക്സ് എന്നൊക്കെ തുടങ്ങുന്ന ചെയ്ത് അതിനകത്ത് csv.ipynd ഫയൽ ഉണ്ട്. തുടർന്ന് നിങ്ങൾ കൊലാബിലാണെങ്കിൽ കൊലാബില് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം. കുറച്ചുകൂടി ഇത് നിങ്ങൾക്ക് അറിയാനായിരിക്കും. നമ്പർ പാണ്ടാസ് എനിക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഞാൻ ബിഗിനർ ലെവൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് പൈത്തൺ ഫെമിലിയർ ആയിരിക്കും എല്ലാവർക്കും കുറച്ചെങ്കിലും. ബേസിക് NLP-ക്കകത്ത് ഒരു all-data.csv ഉണ്ട്. അതാണ് നമ്മുടെ ഡേറ്റ. ഇത് ഞാൻ റീഡ് ചെയ്യുന്നതാണ് ഇത് ചെയ്തേക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടുണ്ടാവും. ഡ്രൈവിൽ ഷെയർ ചെയ്യണോ? എല്ലാവർക്കും ഇനി വാട്സപ്പ് എടുക്കാൻ പാടാണോ? ഡ്രൈവിൽ ഷെയർ ചെയ്യട്ടെ. റീഡിംഗ് CSV എന്നുള്ള ഫയലാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം മറ്റേ ഓരോ ടെക്സ്റ്റ് എടുത്ത് എങ്ങനെ NLTK എന്നുള്ള ലൈബ്രറി യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലേ കഴിഞ്ഞ ദിവസം? നിങ്ങൾ ആ all-data.csv എന്നുള്ള ഡേറ്റ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. കിട്ടിയില്ലേ?
നിങ്ങൾ സ്വന്തം സിസ്റ്റത്തിൽ ചെയ്യുന്നത് ജൂപ്പിറ്റർ നോട്ടിൽ തന്നെ ഓപ്പൺ ചെയ്തോ, അല്ലാതെ ഇവിടുത്തെ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാര് കൊലാബിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോഴും ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതേ കൊലാബിൽ നിന്ന് കാണിച്ചു അപ്ലോഡ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്തവര് ആ ബേസിക് NLP എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഇത് ചെയ്തതും ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറയുന്ന ഫോൾഡേഴ്സ് മാത്രം ഓപ്പൺ ചെയ്യാം. ബേസിക് NLPക്ക് അകത്ത് all-data.csv എന്നൊരു ഫയൽ ഉണ്ടായിരിക്കും. ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. ഈ ഡേറ്റ നോക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുന്നതെന്നൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട്സ് നോക്കിയിട്ട് അതിന് 2 കോളം ഉണ്ട്. ഒന്ന് സെന്റിമെന്റ്, അടുത്ത ന്യൂസ് ഹെഡ്ലൈൻ. സെന്റിമെന്റ് അകത്ത് ഈ ന്യൂസ് ഹെഡ്ലൈൻ ന്യൂട്രലാണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്നാണ്. ഈ ഡേറ്റ കണ്ട് ഇതാണ് ഡേറ്റ എന്ന് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ റീഡിങ് CSV ഡേറ്റ കണ്ടിട്ട് വേണം റീഡിങ് CSV ഓപ്പൺ. പറഞ്ഞോട്ടെ, പറഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ഉള്ളവരുടെ അടുത്ത് വന്ന് നോക്കാം. CSV റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇവിടെ ഇപ്പൊ ഡേറ്റ നിങ്ങൾ എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റ ന്യൂസ് ഹെഡ്ലൈൻ ആണ്. ആ ന്യൂസ് ഹെഡ്ലൈൻ അതിന് എന്താണോ ലേബിൾ ചെയ്യുന്നത് അത് ലേബിൾ ചെയ്യുക. ന്യൂസ് നിങ്ങൾ എവിടുന്നോ സ്ക്രൈപ്പ് ചെയ്യുന്നതിന് പറയാം. സ്ക്രൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട്, സെന്റിമെന്റ് ഉണ്ടല്ലേ. ഈ സെന്റിമെന്റ് അവിടെ എങ്ങനെയാണെന്നതാണ് ഓരോ ഹെഡ്ലൈനും വായിച്ച് നോക്കിയിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആരോ അനോട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ വർക്കിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് ഈ വർക്കിൽ ഡേറ്റ കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് എവിടെ നിന്നൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിന് മുമ്പ് ഇപ്പൊ ഡേറ്റ നിങ്ങൾ കളക്ട് ചെയ്ത് ഒരു CSV ഫയലിൽ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഡേറ്റ കണ്ടല്ലോ. ഒരു നിങ്ങൾക്ക് ഈ സെന്റിമെന്റ് എന്നുള്ളത് രണ്ടാമത്തെ കോളം വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കോളം സെന്റിമെന്റ് ആണ്, സെക്കൻഡ് കോളത്തിലാണ് ന്യൂസ് ഹെഡ്ലൈൻ കൊടുക്കുന്നത്. നോർമലി ചെയ്യുമ്പോൾ തിരിച്ചായിരിക്കും ചെയ്യുക അല്ലേ. എല്ലായിടത്തും കളക്ട് ചെയ്ത് വെച്ചിട്ട് സെക്കൻഡ് കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അനോട്ടേറ്റ് ചെയ്യുമല്ലേ. ആ ഡേറ്റയിലെ കയ്യിരിക്കുന്നത് ആ ഡേറ്റ കയ്യിരിക്കുന്നത് ചെയ്യുന്നത് CSV ഇമ്പോർട്ട് CSV അതൊക്കെ ലൈബ്രറിയാണ്. CSV റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഈ ഓരോ ലൈബ്രറീസിന് എന്താ യൂസ് നിങ്ങൾ പറയും. ഇപ്പൊ NLPK ലൈബ്രറി നിങ്ങൾക്ക് പരിചയപ്പെട്ടില്ലേ. ഓക്കെ, ഇപ്പൊ NLPK ലൈബ്രറിയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു 6 hours പറഞ്ഞു തീർക്കാൻ പറ്റില്ല
അല്ലേ? ബാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്യണം. ഓരോന്നും ചെയ്ത് NLTK ഒഫീഷ്യൽ ആയിട്ട് അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് റീപ്രോസസ് ചെയ്യാൻ പറ്റുക, എങ്ങനെ ഡേറ്റയെ പല രീതിയിലേക്ക് മാറ്റാൻ പറ്റുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെല്ലാം അവിടെ വിത്ത് എക്സാമ്പിൾ. ഒരു ലൈബ്രറി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ചെയ്യുക. വിത്ത് എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ഓരോ മിനിറ്റിലും ഓരോ എക്സാമ്പിളെങ്കിലും വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ടാസ്കിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു സാധനം ഒന്ന് സ്കൂളിൽ പോയി ആർക്കും തരാൻ പറ്റില്ല. ഇതേപോലെ ബേസിക് നമ്പർ ഫണ്ടാസ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ടെക്സ്റ്റ് ഡേറ്റ അങ്ങനെ ഏത് ഡേറ്റയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഫണ്ടാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് ഡേറ്റ അനലിറ്റിക്സുകാർ നിങ്ങൾക്ക് ഉറക്കത്തിന് വിളിച്ച് ചോദിച്ചാലും അല്ലേ സാറേ? ഇല്ലേ, ഡേറ്റ അനലിറ്റിക്സിന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഉറക്കത്തിന് വിളിച്ച് ചോദിച്ചാലും നമ്പർ ഫണ്ടാസ് നിങ്ങൾക്ക് ഒരു ലൈബ്രറി ഇവിടെ പഠിപ്പിച്ച ഒരു ലൈബ്രറി നിങ്ങൾ പഠിച്ചില്ലേ? നമ്പർ ഫണ്ടാസ് കൃത്യമായിട്ട് പഠിച്ചാൽ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നതിന് അന്ന് തന്നെ എനിക്ക് അതിന് മുന്നേ തന്നെ ഈ നമ്പർ ഫണ്ടാസ് മാത്രം. ഓക്കെ, അത് മാത്രം ഈ 2 ദിവസം ഒന്ന് പഠിച്ചില്ലേ? ആ പൈതൽ ബേസിക്സ് കുറച്ച് പഠിക്കുക. എന്നിട്ട് നേരെ നമ്പർ ലൈബ്രറി എടുത്ത് പഠിക്കുക. ഈ ന്യൂമറിക്കൽ ഡേറ്റ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഫണ്ടാസ് വെച്ച് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാം. ഇത് കൃത്യമായിട്ട് പഠിച്ച് ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ജോലി ഉറപ്പാണ്. ഓക്കെ, സ്കില്ലില്ലാത്ത ആൾക്കാർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രി എന്നുള്ള പറയാം. ആ സ്കില്ല് കുറച്ചെങ്കിലും ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയാവും. സ്കില്ലായിട്ടുള്ള ആൾക്കാരില്ലെന്ന് മാത്രമുള്ള പ്രശ്നം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ 5 ദിവസം കൊണ്ട് വായിക്കാൻ പറ്റുന്ന ഒരു സാധനം ഈ 2 ലൈബ്രറി ഏത് തരം ഡേറ്റ വന്നാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏത് ഓപ്പറേഷൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടാസ് അത്രയും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലൈബ്രറീസ്. ഓക്കെ, ഇപ്പോൾ CSV അതുപോലെ ലൈബ്രറിയാണ്. ഈ ഒരു ലൈബ്രറി നോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഏത് ഫയലാണോ ആ ഫയലിന്റെ പേര് കൊടുത്തിരിക്കുന്നത് അത് ഈ പ്രോഗ്രാം ഇട്ടിരിക്കുന്ന അതേ ഫോൾഡറിൽ ആയതുകൊണ്ടാണ് ആ പേര് മാത്രം കൊടുക്കുന്നത്. ഇല്ലേ, നമ്മൾ സീരിയൽ കൊടുക്കുന്നത് ഈ ഫോൾഡറിൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓൾ ഡേറ്റ ഡോട്ട് CSV ഡയറക്റ്റ് കൊടുത്തത്. ഇത് വേറൊരു ഫോൾഡറിലായിരുന്നെങ്കിൽ // നിങ്ങൾ ആ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തേനെ. ഇനി നിങ്ങൾ കൊലാബിലാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ അറിയാലോ. അറിയാമോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്ത് കാണിക്കാനാ? കാരണം ബാക്കി വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്തെങ്ങനാ? അപ്ലോഡ് നമ്മൾ നോക്കുന്ന റെഡി CSV. സെയിം പ്രോഗ്രാം ഞാൻ എന്ത് ചെയ്തു? കൊലാബിൽ ഓപ്പൺ ചെയ്തു. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫെമിലറൈസ് ചെയ്യുക ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ ഓൺലൈൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ഗൂഗിൾ നമുക്ക് റിസർച്ചിനും അക്കാഡമിക് പർപ്പസിനും വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓൺലൈൻ വേർഷനാണ്. ഓൺലൈൻ വേർഷനാണ് ഈ പറഞ്ഞ കൊലാബ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഫയൽസിന്റെ സിംബൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. ഡ്രൈവിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് മൗണ്ട് ചെയ്യാൻ പറ്റും. ഡ്രൈവ് ഉണ്ട്. ഇവിടെ ഒരു ആരോ മാർക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡേറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിക്ക് ചെയ്ത് അവിടെ അപ്ലോഡ് ചെയ്യാം. ഡ്രൈവിലിട്ട് മൗണ്ട് ചെയ്യാനുള്ള പ്രക്രിയ നിങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡായി കഴിയുമ്പോൾ ഈ ഒരു പാത്ത് മാറ്റും. എല്ലാവരും വൈഫൈ യൂസ് ചെയ്യുന്നതായിരിക്കും. സ്ലോ ആണ്.
ചെയ്യേണ്ടത്. ഇതിത്രേ ചെയ്തിട്ടുള്ളൂ. ആദ്യം നമ്മുടെ ഡേറ്റ നമ്മുടെ ഫയല് റീഡ് ചെയ്യുന്നു, CSV ഫയല് റീഡ് ചെയ്യുന്നു. അത് ജസ്റ്റ് പ്രിന്റ് ചെയ്തേക്കാണ് ആദ്യത്തെ സെല്ലില് ഡേറ്റ റീഡ് ചെയ്തു. കഴിഞ്ഞിട്ട് ഡേറ്റ ഫ്രെയിം ആക്കുമ്പോൾ ജസ്റ്റ് അതിന്റെ ഫയൽ ഡേറ്റ പ്രിന്റ് ചെയ്തിരുന്നു. അത്രേ ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെ ആക്സസ് ചെയ്യണം മാത്രമേ ആ ഒരു ഫയലിനകത്തുള്ളൂ. ഫയൽ അയച്ചത് അൺസിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റും.
സിമ്പിളല്ലേ? ഭയങ്കര സിമ്പിളാണോ? അതെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? CSV റീഡ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് ടേബിൾ റീഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ടേബിൾ റീഡ് ചെയ്യാനൊക്കെ നിങ്ങൾ നോക്കാം. റീഡ് ചെയ്തിട്ട് അതിനകത്ത് ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാന്ന് ഓപ്പറേഷൻസ് എന്താ ചെയ്തേക്കുന്ന ഡേറ്റ ഫ്രെയിം ആക്കി മാറ്റിയപ്പോലെ ചെയ്തേക്കുന്നല്ല. ഡേറ്റ ഫ്രെയിം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാമോ സേവ് ചെയ്യാം അല്ലേ? എന്നിട്ട് ഇതിൻ്റെ അകത്ത് നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു കോളത്തില് നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്ത് ഫംഗ്ഷൻ ആണെന്ന് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഈ നൾ വാല്യൂസ് നിങ്ങൾക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ പ്രീ പ്രോസസ്സിംഗ് സ്റ്റേജസ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ടാസ്ക് ആണ്. എന്തൊക്കെ പ്രീ പ്രോസസ്സിംഗ് അവിടെ ചെയ്യണം ചെയ്യുന്ന ഇതാണ്. ഡേറ്റയ്ക്കാവുന്ന പങ്ക്ച്വേഷൻസ് മാറ്റും. പങ്ക്ച്വേഷൻസ് ആവശ്യമില്ലാത്ത ടാസ്ക് ആണെങ്കിൽ പങ്ക്ച്വേഷൻസ് മാറ്റും. സ്റ്റോപ്പ് വേർഡ്സ് റിമൂവ് ചെയ്യും. പിന്നെ അവിടെ എന്താ നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ മാറ്റും. ഒന്നെങ്കിൽ മാറ്റും അല്ലെങ്കിൽ അവിടെ അടുത്തത് ബ്രേക്കിന് മുന്നേ നമുക്ക് സ്ക്രേപ്പിംഗ് ഒന്ന് ചെയ്തിട്ട് സ്ക്രേപ്പിംഗ് നിങ്ങൾ പല രീതിയിൽ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് ഞാൻ ഇട്ടേക്കുന്നത് ബ്യൂട്ടിഫുൾ ഷെൽഫ് വെച്ച് ന്യൂസിന്റെ ഹെഡ്ലൈൻസിനകത്തൊന്ന് കണ്ണിലെടുക്കുന്നത് മാത്രമാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് കമന്റ്സ് ചെയ്യാം. യൂട്യൂബിൽ കുറച്ച് പ്രൊസീജിയർ ചെയ്യാറുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലോ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ കുറച്ചെടുക്കാം, ദിവസം ഇത്ര കമന്റ്സ് നമ്മൾ ഡെയിലി എടുക്കാം. അത് നമുക്ക് ഒത്തിരി സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാ ഡേറ്റയും ട്രാക്ക് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് എല്ലാം നമുക്ക് ചെയ്യാനാണെങ്കിൽ ഡേറ്റ അതേ ടൈമിൽ പാരറ്റ് കുറേ മെഷീൻസിലേക്ക് ചെയ്യുന്ന ഡേറ്റ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് അതിനെ യൂസ് ചെയ്യാൻ സ്ക്രേപ്പിംഗ് ചെയ്യാനായിട്ട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. അതിൽ ഒരെണ്ണമാണ് സ്ക്രേപ്പ് ചെയ്ത് ഇങ്ങനെ ലൈബ്രറീസ് കാണിച്ചിരിക്കുന്നത് എടുത്തോ. സ്ക്രേപ്പിംഗ് എന്നുള്ള ഫയൽ എടുത്തോ. സ്ക്രേപ്പിംഗ് ബ്യൂട്ടിഫുൾ സൂപ്പർ എന്നുള്ളത് സ്ക്രേപ്പിംഗിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. അതിനെ യൂസ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് റിക്വസ്റ്റ് എന്നുള്ളതിനകത്ത് റിക്വസ്റ്റ് ഡോട്ട് റിക്വസ്റ്റിനകത്ത് നമുക്ക് അതിനകത്ത് എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഡേറ്റ സ്ക്രേപ്പ് ചെയ്തെടുക്കേണ്ടത് ആ ന്യൂസിന്റെ ലിങ്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഡേറ്റ ഇവിടെ റീഡ് ചെയ്തിരിക്കുക. മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ റീഡ് ചെയ്ത ഡേറ്റയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CSV ഫയലിലോട്ടൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരത്തെ നിങ്ങൾ കണ്ട ഡേറ്റയുടെ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇത് പഴയ ലിങ്കായിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ന്യൂസിന്റെ ഹെഡ്ലൈൻസ്
ബ്യൂട്ടിഫുൾ സോപ്പ് യൂസ് ചെയ്ത് നമ്മള് എന്തിനാ ബ്യൂട്ടിഫുൾ സോപ്പ് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറയണേ. കാരണം കഴിഞ്ഞ 2 ദിവസത്തെ ഡേറ്റയെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ള ഇതിലാണ് അസംഷനിലാണ്. എന്തിനാ സ്ക്രേപ്പിംഗ് ചെയ്യുന്നത്? സ്ക്രേപ്പിംഗ് എന്താ ചെയ്യുന്നത്? ഇന്നത്തെ നെഗറ്റീവ് വാർത്തകൾ വരുന്നു. എനിക്ക് ഈ ഒരു ന്യൂസിന്റെ അകത്തൊന്ന് ആ മലയാളം ഡേറ്റയാണ് ഇപ്പോൾ എന്നുള്ള ഒരു ന്യൂസ് ആണ് എനിക്ക് വേണ്ടത്. ഞാൻ ഇന്ന് കുറച്ച് ഡേറ്റ സ്ക്രേപ്പ് ചെയ്തിട്ടുണ്ട്. നാളെ ഓരോ ദിവസം ന്യൂസ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തേക്ക് ഈ പൊളിറ്റിക്കൽ ഡേറ്റയ്ക്ക് അകത്ത് ഓരോ ദിവസം കിട്ടുന്ന ന്യൂസ് സ്ക്രേപ്പ് ചെയ്ത് ഇതാണ് എന്റെ ഒബ്ജക്റ്റീവ് എങ്കിൽ പലതരം ലൈബ്രറീസ് യൂസ് ചെയ്യും. അതിൽ ഒരു ലൈബ്രറി മാത്രമാണ് ഇത്. ഇതിന് പകരം നമുക്ക് സെയിലി യൂസ് ചെയ്യാം, സ്ക്രേപ്പ് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഒരു സ്ക്രേപ്പിംഗ് ലൈബ്രറിയാണ്. അതിൻ്റെ അകത്ത് എങ്ങനെ ഒരു ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ട് ഡേറ്റ എടുക്കാം. സ്ക്രേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതിനുള്ള ഡേറ്റ എനിക്ക് എടുക്കാനല്ലേ. ഇങ്ങനെയുള്ള ഡേറ്റ എടുത്തിട്ടാണ് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഓൾ ഡേറ്റ ഇട്ടുകൊണ്ടിരുന്നു. ഇവിടുന്ന് ഡേറ്റ എടുക്കും, ഇന്നത്തെ CSV ആയിട്ട് സേവ് ചെയ്യും, എന്നിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ആ ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്ത് ആ ഒരു റിക്വസ്റ്റ് അകത്ത് നോക്കിക്കേ ഒരു ലിങ്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്തു. ഇതിനകത്ത് എഗെയിൻ നമ്മൾ കുറച്ച് പ്രീ പ്രോസസിംഗ് ചെയ്തിട്ടേ CSV ഫയലിലോട്ട് സേവ് ചെയ്യുള്ളൂ. കാരണം ഇതിനകത്ത് പഞ്ച്വേഷൻസ് ഉണ്ടായിരിക്കാം, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കാം, ചിലപ്പം മിക്സഡ് ഡേറ്റ ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഏതൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ കൊലാബിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഉണ്ട്. ഇല്ലെങ്കിൽ വരുന്ന എറർ ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ കൊടുത്തിരുന്ന എന്താ? ആദ്യത്തെ സെല്ല് റൺ ചെയ്തിട്ട് രണ്ടാമത്തെ സെല്ല് റൺ ചെയ്യാമോ? ഒരു പുതിയ ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻസ്റ്റോൾ ചെയ്യണം അല്ലേ? ഇൻസ്റ്റോൾ ചെയ്യണ്ടേ? നമ്മൾ ഓരോ സാധനം ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ലേ ചെയ്യുന്നത്. ചില ഇപ്പം CSV എന്റെ സിസ്റ്റത്തില് ഇതെല്ലാം ഓൾറെഡി ഇൻസ്റ്റോൾഡ് ആയതുകൊണ്ടാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിപ്പ് ഇൻസ്റ്റോൾ ആ ഒരു കൊടുത്താലേ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരും. അപ്പൊ വായിച്ചു നോക്കാം, അതിനനുസരിച്ച് വേണ്ടത് ചെയ്യും.
നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ കോപ്പി ചെയ്ത് എന്ത് ചെയ്യണം ചെയ്യും. അപ്പൊ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ സൈറ്റിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടോ ആ സൊല്യൂഷൻസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലാ വലിയ ഡെവലപ്പേഴ്സുകൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒരു സ്കില്ലാണ് അല്ലേ നോക്കിയോ ഏതെങ്കിലുമൊക്കെ ലിങ്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ലൈൻ എനിക്കിവിടെ പാരഗ്രാഫ് കിടക്കുന്നെങ്കിൽ ചിലപ്പോൾ ഒറ്റ ലൈനിൽ ഇങ്ങനെ വരും. അത് നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനകത്ത് കുറെ നമുക്ക് പ്രീ പ്രോസസിംഗ് ചെയ്യാനുണ്ട് അല്ലേ. ഈ പ്രീ പ്രോസസിംഗ് ചെയ്ത് ഡേറ്റ് മാറ്റാനുണ്ടാവും. ചിലപ്പോൾ ചില ടാസ്കിന് ഡേറ്റ് വേണമായിരിക്കും, ചില ടാസ്കിന് ഡേറ്റ് വേണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഡേറ്റ് മാറ്റാം, കൺഫ്യൂഷൻസ് മാറ്റാം. ഇംഗ്ലീഷ് കണ്ടന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് കണ്ടന്റ് മാറ്റാം. ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ അവർ ടാസ്ക്. അതിനനുസരിച്ച് ഡേറ്റയെ പ്രീ പ്രോസസ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് നമ്മൾ പ്രോഗ്രാമായിട്ട് എഴുതണം. എന്ത് സപ്ലൈ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് 1 by 1 ആയിട്ട് ആഡ് ചെയ്തു. നോർമലി ചെയ്യുന്നത് പ്രോഗ്രാം എല്ലാം ചെയ്തിട്ട് സ്ക്രീനിലോ റേഡിയോ ഉണ്ട്. ഇനി പറയുന്ന ടേംസ് ചിലപ്പോൾ പരിചയമില്ലായിരിക്കും. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിയോ അല്ലേ. ഇപ്പൊ സ്ക്രീനിലോ റേഡിയോയിലോ ഫ്ലാസ്ക് അറിയാവുന്ന ഫ്ലാസ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 1 by 1 എന്തൊക്കെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ബ്യൂട്ടിഫുൾ സോപ്പ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. കേൾക്കുക ഇമ്പോർട്ട് ചെയ്യണം. ആ ലിങ്ക് നമ്മൾ എന്ത് ചെയ്തു, കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡേറ്റ ഇങ്ങനെ വരും. ഡേറ്റ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കൊരു മുൻകൂട്ടി മുൻധാരണ വേണം. എന്താണ് പങ്ക്ച്വേഷൻ മാറ്റണോ, എന്താണ് ഇംഗ്ലീഷ് മാറ്റണോ, സ്പേസിംഗ് മാറ്റണോ, വൈറ്റ് സ്പേസുകളെല്ലാം മാറ്റണോ, ഇതിനൊക്കെയുള്ള പ്രീ പ്രോസസിംഗ് സ്റ്റെപ്സ് നമുക്ക് എന്ത് ചെയ്യണം. കുറച്ച് നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. റെഡക്സ് എന്നുള്ള ലൈബ്രറി യൂസ് ചെയ്തിട്ട് പങ്ക്ച്വേഷൻസ് മാറ്റുന്നത് 0 to 9 നമ്പേഴ്സ് മാറ്റുന്നത്. ഓക്കെ, ഇനി അത് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ പ്രീ പ്രോസസിംഗ് സ്റ്റെപ്പ് ചെയ്യുമോ അതെല്ലാം നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ട് ഇത് ഡിപ്ലോയ് ചെയ്യും. ഡിപ്ലോയ് ചെയ്യാന്ന് വെച്ചാൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ക്ലാസ്സിൽ ഡിപ്ലോയ് അല്ലെങ്കിൽ സ്ട്രീംലിറ്റ് എന്നുള്ള ലൈബ്രറി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ റേഡിയോ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്ത് എന്താ, ഇതൊരു ചെറിയൊരു പ്രോഡക്റ്റ് ആയിട്ട് റൺ ചെയ്യുവാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ ലിങ്ക് മാത്രം നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോയി CSV സേവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. അതൊക്കെ കുറച്ച് 1-2 ദിവസം ഇരുന്ന് എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യണമെന്ന് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് അത് പ്രോഗ്രാമായിട്ട് എഴുതും. ഡിപ്ലോയ് ചെയ്യും. എന്ത് ചെയ്യണം, ഓരോ ലിങ്ക് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ പോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡേറ്റ CSV ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ കോമ്പിനേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചില ഇപ്പൊ LLM-നൊക്കെ നമുക്ക് ഒരുപാട് ഡേറ്റ വേണ്ടി വരും. മൾട്ടിപ്പിൾ സൈറ്റുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില സൈസ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കും, ചില സൈസ് കണ്ടന്റ് കംപ്ലീറ്റ് കിട്ടില്ല. അപ്പൊ എന്താ കുറേ ദിവസം 10-20 ദിവസം പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് പ്രോഗ്രാമായിട്ട് എഴുതിയിട്ട് വർക്ക് റിസർച്ച് നടക്കട്ടെ. അതിന്റെ കൂടെ ഇത്ര
സമയം 1 അവർ അല്ലെങ്കിൽ 2 അവർ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റി. മനസ്സിലായോ? സ്ക്രേപ്പിംഗ് മനസ്സിലായോ? ചെയ്ത് ഇങ്ങനെയാണ് ഡേറ്റ എടുക്കുന്നത്. ചിലർക്ക് യൂട്യൂബിൽ വീഡിയോ ആയിരിക്കും വേണം. അതിനനുസരിച്ച് നിങ്ങൾ പ്രോഗ്രാം ചെയ്യും. ചെയ്യാം. നിങ്ങളുടെ സമയം എടുക്കുന്നത് എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം ഈ എക്സ്പെൻസ് എല്ലാം നിങ്ങൾക്ക് മാനുവലി ചെയ്യാം. ഞാൻ പറഞ്ഞത് കുറച്ച് സമയം പ്രോഗ്രാം എടുക്കുന്നത് ഓരോ ദിവസം ഒരു ലാബിലോട്ട് പിള്ളേരെ പൈത്തൺ ലാബിലോട്ട് ഫിക്സ് ചെയ്യുക. ബേസിക്സ് നമുക്ക് ചെയ്യില്ല. ഒരു 3 hours അല്ലെങ്കിൽ 2 ലാബുകൾ കംപ്ലീറ്റ് ചെയ്തു. പലതരത്തിലുള്ള സ്ക്രേപ്പേഴ്സ് നിങ്ങൾ ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു CSP അല്ലെങ്കിൽ CSPയിൽ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ കണ്ടല്ലേ? അത് കണ്ടു. ഇനി അങ്ങനെ ഒരു ഡേറ്റ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കുറച്ച് പിടിയിട്ടില്ലേ? ഇങ്ങനെയാണ്. അതിന് കുറച്ച് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഈ കുറച്ച് സ്റ്റെപ്സ് ഒന്നെന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ച് ചെയ്ത് നോക്കി കുറച്ച് സമയം പിടിക്കും ചെയ്ത് നോക്കാൻ. വലിയ പണിയൊന്നുമല്ല, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന. ഇനി ഉത്തരം മനസ്സിലായോ? ഒരു ഡേറ്റ കണ്ടാൽ ഈ ഡേറ്റയിൽ ഇത്ര കോളം ഉണ്ട്, ഈ കോളത്തിൽ വാല്യൂസ് ഉണ്ടോ, എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലേ? ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിന്തിക്കാൻ പറ്റും. എട്ടുപത്തും ബാഗ് ഓഫ് ബോർഡ് 1 ബോട്ടൽ ബോഡി ഇതൊക്കെ ചെയ്തോ? എന്താ ഇതൊക്കെ? ഓക്കെ. നമ്മുടെ സിസ്റ്റത്തിന് ഈ പറയുന്ന സ്പീച്ച് പ്രോസസ്സിംഗ് ചെയ്യുന്നത്. സ്പീച്ച് അങ്ങോട്ട് കൊടുത്താൽ മനസ്സിലാവോ? ഇല്ല. ഇത് കാര്യങ്ങൾ കമ്പ്യൂട്ടേഷൻസ് ആണ് അല്ലേ? അപ്പം ഈ ഡേറ്റ ടെക്സ്റ്റ് ഡേറ്റ ആണെങ്കിലും സ്പീച്ച് ഡേറ്റ ആണെങ്കിലും വീഡിയോ ഡേറ്റ ആണെങ്കിലും ഇമേജ് ഡേറ്റ ആണെങ്കിലും നമുക്കൊരു ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ അതിൽ ടെക്സ്റ്റിന്റെ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ് അല്ലേ? ഇതിനെ കുറച്ച് അത് ആദ്യം ഉണ്ടായിരുന്നതാണ് 1 ബോട്ടൽ ബോഡി. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ പിന്നെ ബാഗ് ഓഫ് കോഴ്സ് നമ്മുടെ കോഴ്സസ് ഡേറ്റ ബേസ് ചെയ്തിട്ടായിരുന്നു എൻകോഡ് ചെയ്തത്. പിന്നെ വന്നിട്ട് വേർഡ് ടു വർക്ക് എന്നുള്ളത് ഒരു റെവല്യൂഷൻ ആയിരുന്നു. വേർഡ് ടു വർക്ക് നമുക്ക് ഒരു ട്യൂൺ എന്നുള്ള ായിട്ട് ചെയ്തിട്ടാണ് ഒരു ഇമെയിലാണ്. ഇങ്ങനെയൊക്കെ ഉള്ള റിലേഷൻസ് ഒരു ബോഡിയിൽ നിന്ന് തന്നെ കിട്ടും. വേർഡ് ടു വർക്ക് എന്നുള്ള എപ്പോഴെങ്കിലും സമയം കിട്ടുവാണ് നിങ്ങൾ ഫോണിലൊക്കെ എല്ലാം നിങ്ങളുടെ പണി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒന്ന് ബോറടിച്ചേക്കാമെന്ന് വിചാരിക്കുവാണെങ്കിൽ വേർഡ് ടു വർക്കിന് പേര് ഓക്കെ. അത് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? ജസ്റ്റ് ആദ്യം ചിലപ്പോൾ വായിച്ചൊന്നും മനസ്സിലാവില്ലായിരിക്കും, എങ്കിലും വായിച്ചു. പിന്നെ മസ്റ്റായിട്ട് വായിച്ചിരിക്കുന്ന അറ്റൻഷൻ ഓഡിയോ 2018 ട്രാൻസ്ഫോമർ ഒരു പേപ്പർ. അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ല, 2 പ്രാവശ്യം വായിച്ചാൽ 5 പ്രാവശ്യം വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവണം. അറ്റൻഷൻ ഓൾ യു നീഡ്. അറ്റൻഷൻ ഓൾ യു നീഡ്. ഇതെല്ലാം ഞാൻ ഈ പേപ്പറുകൾ എൻ്റെ ഉള്ള എല്ലാം ഞാൻ മിസ്സിനെ സെൻഡ് ചെയ്തേക്കാം. ഓക്കെ. ഇത് മസ്റ്റായിട്ട് പറ്റുമെങ്കിൽ വേർഡ് ടു വർക്ക് വായിക്കാം. പ്രശ്നമില്ല. ട്രാൻസ്ഫോമേഴ്സിന്റെ പേര് വായിക്കും. കാരണം ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു
കഴിഞ്ഞാൽ നമ്മുടെ ഈ NLP-യിൽ ഡീപ് ലേണിംഗ് അല്ലെങ്കിൽ ഫീൽഡില് അതിന് മുമ്പേ അതിനുശേഷവും നമുക്ക് അതിന്റെ രീതിയിലേക്ക് ട്രാൻസ്ഫോമർ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് എല്ലാം നാളെ അടുത്ത ക്ലാസ്സിൽ എങ്കിലും നിങ്ങൾ കുറച്ച് നമുക്ക് ആൾക്കാർ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ആ പേപ്പർ വായിച്ച് കംപ്ലീറ്റ് ഡൈജസ്റ്റ് ആവുമ്പോൾ അന്നേരം നിങ്ങൾ അതിൻ്റെ ശേഷം നമുക്ക് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിലോട്ട്
Thank you.